ഷംനാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റിയായ ബ്രെഡ് കൊണ്ട് ഒരു വെറൈറ്റി അടിപൊളി ചായക്കടി ഉണ്ടാക്കിയാലോ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഇതിനു വേണ്ടി എടുത്തതെന്ന് വെച്ചാൽ വലിയ 2 ഉള്ളിയാണ്. ഇതുപോലെ നമുക്ക് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. പിന്നെ എടുത്തതെന്ന് വെച്ചാൽ കുറച്ച് മല്ലിയില, കറിവേപ്പില, പിന്നെ 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, 4 അല്ലി വെളുത്തുള്ളി, ചെറിയ പീസ് ഇഞ്ചിയാണ് എടുത്തത്. പിന്നെ എടുത്തതെന്ന് വെച്ചാൽ 2 മുട്ടയാണ്. ഇത് നമുക്ക് ഉപ്പും വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കേണ്ടതാണ്. പിന്നെ എടുത്തതെന്ന് വെച്ചാൽ 8 പീസ് ബ്രെഡാണ് എടുത്തത്. മുട്ട നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ബ്രെഡൊക്കെ നമ്മൾ റൗണ്ട് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. ഇതുപോലെ എല്ലാ ബ്രെഡും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ ബ്രെഡും ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ സൈഡ് വശമൊക്കെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ പൊടിച്ചെടുക്കാം. അതിനൊരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് നമ്മുടെ മസാലകളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഈ മസാലകൾക്ക് ആവശ്യമായ പൗഡറുകളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതൊക്കെ നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ വേവുന്ന രൂപത്തിൽ നമുക്കിതൊക്കെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമ്മൾ മുട്ടയൊക്കെ നമുക്ക് നല്ലോണം മുട്ടയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്ക് പീസാക്കി കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ 3 പീസാക്കി കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് കുറച്ച് മൈദപ്പൊടി എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കലക്കിയെടുക്കാം. ഫസ്റ്റിൽ നമുക്കിതൊരു ക്രീമി ആയിട്ട് തന്നെ കലക്കിയെടുക്കണം. എന്നാലേ നമ്മൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ നമുക്കിത് കുറേശ്ശായിട്ട് ആക്കാൻ പറ്റും. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ബ്രെഡിൻ്റെ നടുക്കായിട്ട് നമുക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു മുട്ട വെച്ച് കൊടുക്കാം. പിന്നെ ഇതുപോലെ നമുക്ക് സൈഡ് വശമൊക്കെ ആ മൈദ കലക്കിയ ക്രീം നമുക്കിതുപോലെ പുരട്ടി കൊടുക്കാം. അതിനുശേഷം കുറച്ച് മസാല കൂടി ഇട്ടതിന് ശേഷം നമുക്കിതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. കുറച്ച് മസാല ഇട്ടതിന് ശേഷം ഇതുപോലെ മുട്ട വെച്ചതിന് ശേഷം ഇതുപോലെ മസാല വെക്കുക. പിന്നെ നമ്മുടെ സൈഡ് വശത്തൊക്കെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മൈദ മാവിൻ്റെ ക്രീം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇപ്പം എല്ലാം അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാവ് കുറച്ചുകൂടി ലൂസാക്കിയിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് കുറച്ച് ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കുറച്ച് ലൂസാക്കി എടുത്തതിന് ശേഷം നമ്മുടെ ഓരോ ബ്രെഡിൻ്റെ ഇതും എടുത്തിട്ട് നമുക്കിതുപോലെ പുരട്ടി കൊടുക്കാം. എല്ലാ സൈഡ് വശവും നല്ലോണം മാവാണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഈ ബ്രെഡ് പൊടിച്ചത് ഇതിലേക്ക് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എല്ലാ ബ്രെഡും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ. വെറുതെ പറയുന്നതല്ല, അത്രയും നല്ല ടേസ്റ്റാണ്. തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാ ബ്രെഡും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പം എല്ലാ ബ്രെഡ് അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ എണ്ണ നല്ലോണം ചൂടായതിന് ശേഷമാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതുപോലെ ബ്രൗൺ കളർ രൂപത്തിലാണ് ആക്കിയെടുക്കേണ്ടത്. എല്ലാം നമുക്കിതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഓരോന്നായിട്ട് നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം. എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ. അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ടേസ്റ്റി ആയ ബ്രെഡ് നിറച്ചത് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലെ നല്ല വെറൈറ്റി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.